ഫിലിപ്സ് 21 ഇഞ്ച് ഫ്ലാറ്റ് ടി വിയുടെ ബോർഡാണ്. പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ റെഡിയാക്കാൻ വലിയ പിടുത്തമൊന്നുമില്ല. എനിക്ക് എൽ ജിയുടെ ആണെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു. അപ്പോൾ STR സെനർ ഡയോഡൊക്കെ ഷോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അത് വേറെ ഷോർട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ പവർ സപ്ലൈ കപ്പാസിറ്റർ അവിടെ ചാർജൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് 5 വയറുള്ള മോഡ്യൂളാണ്. അപ്പോൾ 5 വയറുള്ള മോഡ്യൂളാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ അത് പ്രോപ്പറായിട്ട് തന്നെ STRൻ്റെ ഭാഗത്തും പിന്നെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവും പവർ സപ്ലൈ ഔട്ട്പുട്ട് ഡയോഡിലും പിന്നെ ഔട്ട്പുട്ട് കപ്പാസിറ്ററിലും കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. തെറ്റിപ്പോയാൽ അപ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ TV ഓൺ ചെയ്തു. സംഭവം സ്റ്റാൻഡ് ബൈ റിലീസായിട്ട് വീണ്ടും സ്റ്റാൻഡ് ബൈയിലോട്ട് പോയി. കംപ്ലൈൻ്റ് ഉണ്ട് ബോർഡിൽ വേറെ. ഇപ്പോൾ പവർ LED കത്തി നിൽക്കുകയാണ്. സംഭവം പവർ LED അങ്ങ് ഓഫാകുമ്പോൾ സ്റ്റാൻഡ് ബൈ റിലീസാവും. മനസ്സിലായില്ലേ? ഇപ്പോൾ സ്റ്റാൻഡ് ബൈ റിലീസായി വീണ്ടും സ്റ്റാൻഡ് ബൈയിലോട്ടായി. പവർ LED വീണ്ടും പഴയതുപോലെ കത്തി നിൽക്കുമ്പോൾ സ്റ്റാൻഡ് ബൈയിലോട്ടാവും. അപ്പോൾ അങ്ങനെ ആവുന്നെങ്കിൽ പ്രൊട്ടക്ഷൻ മോഡ് ബോർഡിൽ ഓണാണ്. ഇവിടെ പ്രൊട്ടക്ഷൻ, അതായത് ഏതോ സെനർ ഡയോഡ് ഷോർട്ടാണ്. ചെക്ക് ചെയ്ത് വന്നപ്പോൾ ഈ AVയുടെ അടുത്തുള്ളൊരു സെനർ ഡയോഡുണ്ട്, ഗ്ലാസ് ടൈപ്പ് ഡയോഡെന്ന് പറയും. ആ ഡയോഡ് ഷോർട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇങ്ങനെ ഷോർട്ടായിരുന്ന ഇതേപോലെ സ്റ്റാൻഡ് ബൈ റിലീസായിട്ട് പെട്ടെന്ന് വീണ്ടും സ്റ്റാൻഡ് ബൈയിലോട്ട് അങ്ങ് പോകും ബോർഡ്. അപ്പോൾ ഈ ഡയോഡിനെ നൈസിനെ അങ്ങ് ഇളക്കി അങ്ങ് വിടണം. ഇപ്പോൾ കറക്റ്റായിട്ട് ഒരു കാല് കുത്തിപ്പൊക്കി നിർത്തിയിട്ടുണ്ട്. ഇനി പയ്യെ അങ്ങ് ഓൺ ചെയ്ത് നോക്കാം TV. ഇപ്പോൾ TV ഓൺ ചെയ്തു. പവർ LED കത്തി സ്റ്റാൻഡ് ബൈയിൽ നിൽക്കുന്നു. പവർ LED ഓഫായി സ്റ്റാൻഡ് ബൈ റിലീസായി. അപ്പോൾ ഇനി ബ്ലൂ ബാക്ക് ഗ്രെയിൻസൊക്കെ വന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ബ്ലൂ ബാക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് ഓസിലേഷൻ ചെയ്ത് തന്നെ നിൽക്കുന്നു. നേരത്തെ ഓസിലേഷൻ ജസ്റ്റ് ചെയ്തിട്ട് ഓസിലേഷൻ കട്ടായി പോകും. അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റാൻഡ് ബൈയിലോട്ടാവുന്നു, സ്റ്റാൻഡ് ബൈ റിലീസാവുന്നു എന്ന്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു സെനർ ഡയോഡ് ഷോർട്ടായതുകൊണ്ടാണ് നേരത്തെ അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ കംപ്ലൈൻസ് ഒക്കെ മാറി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.